ടീം UDF എന്ന് നാടാകെ പാടി നടന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട സതീശ, രമേശ, KC പക്ഷവും പാണക്കാട്ടെ തങ്ങൾക്കൂട്ടവും എല്ലാം ചേർന്ന് മറ്റു ഘടകകക്ഷികളെയും ചേർത്ത് പിടിച്ച് മിന്നുന്ന നേട്ടം കൊയ്ത കാര്യം മാലോകരായ മാലോകർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസ് മുന്നണിയോടുള്ള പെരുത്ത പ്രേമം മൂലമൊന്നുമല്ല ഇത്തവണ 102 സീറ്റുമായി ടീം UDF അധികാരത്തിലെത്താൻ ഇടയായത്. 2021 21 സീറ്റുമായി ഒതുങ്ങിക്കൂടിയ കോൺഗ്രസിന് ഇത്തവണ 63 സീറ്റുകൾ കിട്ടിയെന്നത് നേര് തന്നെ. ഘടകകക്ഷികൾക്കും കിട്ടി കൊട്ടക്കണക്കിന് സീറ്റുകൾ. 27-ൽ 22 എണ്ണവുമായി ലീഗും 8-ൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പ് 7-ലും വിജയിച്ചപ്പോൾ ഓരോ സീറ്റിൽ മാത്രം മത്സരിച്ച കാപ്പനും CP ജോണിനും അനൂപ് ജേക്കബിനും നിയമസഭയിലെത്താൻ കഴിഞ്ഞു. പയ്യന്നൂരിലെ സ്വതന്ത്രനടക്കം RSP തങ്ങൾക്ക് കിട്ടിയ 4 സീറ്റിലും ഇന്നും വിജയം നേടിയെന്നതും പറയാതെ വയ്യ. ടീം UDF ഒറ്റക്കെട്ടാണെന്ന് പാടി നടന്ന കോൺഗ്രസ് ഇപ്പോൾ അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബിനോട് കാണിച്ചത് കടുത്ത വിവേചനം തന്നെയാണ്. UDFിനൊപ്പം ഇക്കാലം അത്രയും നിന്ന ജേക്കബ് വിഭാഗം കേരള കോൺഗ്രസിനോട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നത് അനീതി തന്നെയാണ്. ജേക്കബിനോടുള്ള കടപ്പാടോർത്തെങ്കിലും അനൂപിന് ഫുൾ ടൈം മന്ത്രിസ്ഥാനം നൽകേണ്ടതല്ലേ എന്നാണ് ഒറ്റ മൈനയ്ക്കും ചോദിക്കാനുള്ളത്. കാപ്പനും അനൂപിനും മന്ത്രിസ്ഥാനം നൽകേണ്ടത് മുന്നണി മര്യാദയാണ്. പ്രമുഖ ഘടകകക്ഷിയായ ലീഗ് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല? കേവല ഭൂരിപക്ഷത്തിൽ ഒതുങ്ങുന്ന വിജയമാണ് UDFിന് കിട്ടിയിരുന്നതെങ്കിൽ ഘടകകക്ഷികൾ പറയുന്നതെല്ലാം അതേപടി സതീശ രമേശന്മാർ കേൾക്കുമായിരുന്നില്ലേ? ടേം വ്യവസ്ഥയിൽ മന്ത്രിപദം പങ്കുവെക്കാനുള്ള തീരുമാനമാണ് കോൺഗ്രസിന്റേതെങ്കിൽ പുതിയ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് അത് കളങ്കമാവുമെന്ന് തന്നെയാണ് വോട്ടുകുത്തികളും പറയുന്നത്. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ പിന്നെ ഊരായണ ഊരായണ.